ഇന്ത്യയുടെ ഒരു തേജസ് യുദ്ധവിമാനം തകർന്നു വീണപ്പോൾ വിദേശ മാധ്യമങ്ങൾക്ക് അതൊരു ആഘോഷമായിരുന്നു. എന്നാൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ വലിയ ശക്തിയുടെ എത്രാമത്തെ വിമാനവും ഹെലികോപ്റ്ററും ഒക്കെയാണ് ഈ തകർന്നു വീഴുന്നത്? ഇന്നലെ പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്ത കണ്ടു കാണും. ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് അമേരിക്കൻ ആർമിയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണു. അപകടത്തിൽ 2 പൈലറ്റുമാർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അമേരിക്ക ലോകത്തെ ഏറ്റവും മികച്ച ഹെലികോപ്റ്റർ ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇതാണ് തകർന്നു വീണത്. ഇറാന്റെ വെടിവയ്പിൽ തകർന്നു വീണതാണോ, സാങ്കേതിക തകരാർ മൂലം തകർന്നു വീണതാണോ, ഈ കാര്യമൊന്നും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇറാന്റെ പരിസര പ്രദേശങ്ങളിൽ അമേരിക്കയുടെ ആയുധങ്ങൾ തകർന്നു വീഴുന്നത് നിത്യസംഭവമാണ്. F-15 ഈഗിൾ എന്ന് പറയുന്ന വിമാനങ്ങൾ ചുമ്മാ അങ്ങ് തകർന്നു വീഴുന്നു. F-35 എന്ന് പറയുന്ന 5ാം തലമുറ വിമാനത്തിന് പെട്ടെന്ന് സാങ്കേതിക തകരാറുണ്ടായിട്ട് അത് എങ്ങനെയൊക്കെയോ താഴെ ഇറക്കുന്നു. നിരന്തരമായിട്ട് ഹെലികോപ്റ്ററുകൾ തകർന്നു വീഴുന്നു. അത്യാധുനികമായ പല വിമാനങ്ങളും വീഴുന്നു. എന്താണ് സംഭവം എന്ന് അറിയില്ല. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോ അപ്പാച്ചെ ഹെലികോപ്റ്ററും തകർന്നു വീഴുകയാണ്. എന്താണ് അമേരിക്കൻ ടെക്നോളജിയുടെ യാഥാർത്ഥ്യമെന്ന് ലോകം തിരിച്ചറിയുന്നതാണോ ഇത്? 70കളിൽ അമേരിക്കൻ കരസേനയ്ക്കായിട്ട് വികസനം ആരംഭിച്ച ഈ ഒരു കോപ്റ്ററിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ടാങ്കുകളെ തകർക്കുക, കരസേനയ്ക്ക് വ്യോമസേനയ്ക്കൊക്കെ പിന്തുണ കൊടുക്കുക, രാവും പകലും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുക എന്നതൊക്കെയാണ്. 1986 ശേഷം അമേരിക്കയുടെ ഭാഗമാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ. ഇന്ന് അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷനാണ് അവർ ഉപയോഗിക്കുന്നത്. ഏറ്റവും ആധുനികം എന്ന് പറയുന്ന നിരവധി ആയുധങ്ങളും ഇതിലുണ്ട്. എന്നാൽ ഇന്നത്തെ മോഡേൺ യുദ്ധങ്ങളിൽ ഇതിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. അമേരിക്കൻ ടെക്നോളജി ശരിക്കും വയസ്സായ ഒരു അപ്പുപ്പനാണോ എന്ന് ഇതിനോടകം തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അത് ഏറ്റവും മികച്ച ടെക്നോളജി ആയിരുന്നു. ഇപ്പൊ ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ കാര്യമെടുത്താൽ ഗൾഫ് യുദ്ധത്തിലൊക്കെ അത് നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു ഹെലികോപ്റ്ററാണ്. ഇറാഖി റഡാർ കേന്ദ്രങ്ങളും കവചിത വാഹനങ്ങളും ഒക്കെ തകർക്കുന്നതിൽ അന്നിത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയും ബ്രിട്ടനും സൗദിയും ഒക്കെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആധുനിക യുദ്ധങ്ങളിൽ അമേരിക്കൻ ആയുധങ്ങൾക്ക് കഴിയുന്നില്ലേ പിടിച്ചു നിൽക്കാൻ എന്നതാണ് ചോദ്യം. ഇന്നിപ്പോ ഇറാൻ ഉപയോഗിക്കുന്നത് കൂടുതലും ഡ്രോണുകളാണ്. റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങളോട് പിടിച്ചു നിൽക്കാൻ എന്തുകൊണ്ടോ അമേരിക്കൻ ആയുധങ്ങൾക്ക് എവിടെയോ കഴിയാതെ പോകുന്നു. എല്ലാ അർത്ഥത്തിലും അമേരിക്ക അങ്ങ് പരാജയമാണ്, അമേരിക്കൻ ആയുധങ്ങളെല്ലാം തീരെ മോശമാണെന്നല്ല. പക്ഷേ ഒരു കാലത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന അമേരിക്കൻ ആയുധങ്ങൾ മോഡേൺ യുദ്ധത്തിലേക്ക് വരുമ്പോൾ, നമ്മളത് യുക്രൈനിലും കാണുന്നുണ്ട്, മോഡേൺ യുദ്ധത്തിലേക്ക് വരുമ്പോൾ അതിന് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം അമേരിക്കൻ ആയുധങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഈ അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് അവർ പറയുന്ന F-35 തന്നെ എടുക്കാം. F-35 നമ്മുടെ കേരളത്തിൽ ശംഖുമുഖത്ത് എത്ര ദിവസമാണ് കട്ടപ്പുറത്ത് കിടന്നത്? അതൊക്കെ യന്ത്രങ്ങളാണ്, തകരാറുകൾ സംഭവിക്കാം. പക്ഷെ അത് ആദ്യത്തെ സംഭവം അല്ല. പലയിടങ്ങളിലും അത് കട്ടപ്പുറത്തായിട്ടുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴായിട്ട് തലനാരിഴയ്ക്കാണ് തകർച്ചയിൽ നിന്ന് അത് രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിമാനം, ഏറ്റവും മികച്ചത് എന്ന് അവർ പറയുന്ന വിമാനം പോലും അപകടങ്ങളിൽ പെടുന്നു. അതിന് പോലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളതിന്റെ കാര്യം പറയണ്ടല്ലോ. അമേരിക്കയുടെയും ട്രംപിന്റെയും ഒക്കെ അഹങ്കാരത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അവരുടെ ആയുധങ്ങൾക്ക് സംഭവിക്കുന്ന ഈ വീഴ്ച എന്ന് പറയുന്നത്. MQ-9 റീപ്പർ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഡ്രോണുകളായിട്ട് അവർ അവതരിപ്പിച്ച ഒന്നാണ്. എത്ര എണ്ണമാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇത് തകർന്നു വീണതെന്ന് അമേരിക്കയുടെ കയ്യിൽ കണക്കുണ്ടോ എന്ന് പോലും സംശയമാണ്. ഒരുപാടെണ്ണം വീണു. അതുപോലെ തന്നെ അമേരിക്കയുടെ FA-18 അതുപോലെ F-35 ഒക്കെ യുദ്ധത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. F-15 വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സോ അമേരിക്കയ്ക്ക് കണക്കില്ലാത്തത്ര വലിയ സമ്പത്ത് നഷ്ടമായിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. അപ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ, യുദ്ധങ്ങളിൽ ആയുധങ്ങളൊക്കെ തകരുന്നതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ ഇന്ത്യ മാത്രം യുദ്ധം ചെയ്യുമ്പോൾ ഒന്നും തകരാൻ പാടില്ല. ഇവിടെയുള്ള പലരുടെയും കാഴ്ചപ്പാട് അതാണ് കേട്ടോ. ഇന്ത്യ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നും പോകാൻ പാടില്ല. അഥവാ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ തകർന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു എന്ന് ഇവിടെ ഉള്ളവർ തന്നെ അങ്ങ് പറയും. അതാണ് ഈ വേറൊരു ഇതിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്ക യുദ്ധം ചെയ്യുന്ന സമയത്ത് കുറെ ആളുകൾ പറയും അതൊക്കെ യുദ്ധത്തിന്റെ ഭാഗമാണ്, അമേരിക്കയുടെ മുമ്പിൽ ഇറാൻ ഒന്നുമല്ല എന്നൊക്കെ പറയും. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് വിമാനങ്ങളും ഹെലികോപ്റ്ററൊക്കെ തകർന്നു വീഴുന്നാലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയുടെ എന്തെങ്കിലും തകർന്നു എന്ന് വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ യുദ്ധം പാകിസ്ഥാൻ ജയിച്ചു എന്നങ്ങ് പ്രഖ്യാപിക്കും. യുദ്ധങ്ങളാവുമ്പോൾ യന്ത്രങ്ങൾ തകർന്നു വീഴുന്നതൊക്കെ സ്വാഭാവികമാണ്. ഈ പറയുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററും ഒക്കെ യന്ത്രങ്ങളാണ്, മനുഷ്യനുണ്ടാക്കിയ യന്ത്രങ്ങളാണ്. അതൊക്കെ ചിലപ്പോൾ തകർന്നു എന്നൊക്കെ വരും. പക്ഷേ ഈ തകരുന്നതിന് ഒരു പരിധിയൊക്കെ വേണം. ഈ ഇറാനെ പോലത്തെ ഒരു രാജ്യമായിട്ടുള്ള യുദ്ധത്തിൽ സൂപ്പർ പവർ അമേരിക്ക ഇങ്ങനെ മുട്ടിലെഴയെന്ന് കാണുമ്പോൾ അമേരിക്കൻ ടെക്നോളജിയിലും അമേരിക്കൻ ആയുധങ്ങളിലും ഒക്കെ സംശയം സ്വാഭാവികമായിട്ട് ഉയരും. എന്നാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനെ മുട്ടിലിഴയ്ക്കുകയല്ല ചെയ്തത്, തറയിൽ കിടത്തുകയാണ് ചെയ്തത്. അമ്മാതിരി അടിയാണ് ഇന്ത്യ കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാനും ഇറാനേക്കാൾ ശക്തമായ ഒരു രാജ്യമാണ്. അപ്പോൾ ഇറാനോട് അമേരിക്ക ഫൈറ്റ് ചെയ്യുമ്പോഴാണ് അമേരിക്ക ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനം.
അപ്പൊ എന്തായാലും അമേരിക്കൻ ആയുധങ്ങളുടെ ഗുണനിലവാരം ഇന്നത്തെ യുദ്ധതന്ത്രങ്ങളിൽ അതിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇന്ത്യയുടെ ഒരു തേജസ് വിമാനം തകർന്നു വീണപ്പോൾ അതിനെ അന്താരാഷ്ട്ര സംഭവമാക്കി മാറ്റി വാർത്തകൾ കൊടുത്ത അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ മാളത്തിലാണ് എന്നതാണ് വേറെ കാര്യം. കാരണം അമേരിക്കൻ ആയുധങ്ങൾ നിരന്തരമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ റിപ്പോർട്ട് എഴുതാനേ സമയം കാണും, അതുകൊണ്ട് അവർ എഴുതണ്ടെന്ന് തീരുമാനിച്ചതായിരിക്കാം. എന്തായാലും അഹങ്കാരത്തിന് ട്രംപിനും അമേരിക്കയ്ക്കും കിട്ടിയ തിരിച്ചടിയാണ് ഇറാൻ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത്. ഇറാൻ ഈ യുദ്ധം അങ്ങ് ജയിച്ചു നിൽക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇറാന് ഒരുപാട് നഷ്ടങ്ങൾ, നികത്താൻ കഴിയാത്തത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ ഒരു ഹുങ്കുണ്ടല്ലോ, ധാർഷ്ട്യം, ഞങ്ങൾ എന്തോ വലിയ സംഭവം എന്ന് പറയുന്ന ധാർഷ്ട്യം, അത് തീർത്തു കൊടുക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.